ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ചാനലിൽ ചെറിയൊരു വീഡിയോ ആണ്. അത് വേറെ ഒന്നല്ല, ഞങ്ങളൊരു അമ്പലത്തിൽ പോവാണ്. കാരണം ഞങ്ങള് അവിടെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനവും പിന്നെ സിൽവർ ബട്ടണും പിന്നെ വേറൊരു കാര്യം, മോൻ 10ാം ക്ലാസ് നല്ല മാർക്കോടെ ജയിക്കുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്ര ദിവസം ഞങ്ങൾ നേരം വൈകിയാച്ച കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോവാണ്. അത് മാത്രല്ല, ഇന്നൊരു ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. നിങ്ങൾ ഇത്രയും നാളും ചോദിച്ചൊരു വ്യക്തി. അപ്പോൾ ആളെ കാണണം. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊരു 7 കിലോമീറ്റർ. അച്ഛൻ പിന്നെ പണിക്ക് പോയേക്കാണ്. 7 കിലോമീറ്റർ ദൂരമുള്ള ഈ അമ്പലം. അപ്പോൾ ഈ വീഡിയോ ചേട്ടനില്ല, ചേട്ടൻ പണിക്ക് പോയേക്കാണ്. അപ്പം ഞങ്ങളോട് തനിച്ച് പോകാൻ പറഞ്ഞേക്കാണ്. ഞങ്ങൾ ചേട്ടനില്ലാതെ ആദ്യത്തെ ഒരു പുറത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആവണേങ്കാട് അമ്പലത്തിലെത്തി ഗായ്സ്. നമ്മളപ്പോൾ നടക്കാണ്. ഇനി അങ്ങോട്ട് നടക്കണേന്റെ അല്ല, അവിടെ എത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് ഗായ്സ്. ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങള് വേറെ ആരുമല്ല, ഇന്ന് ഞങ്ങളെ മോനെ എവിടെയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതാണ് ഒരു മിനിറ്റ്, ഇതാണ് ആ വ്യക്തി, ഞങ്ങളുടെ മകൻ. ഞങ്ങളുടെ മകനെവിടെ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മകൻ. ഓ, ചേട്ടനെനിച്ചും ഭയങ്കര സ്നേഹത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ്, മകനെ ചോദിച്ചവർക്കൊക്കെ മകനെ കാണിച്ചു തരാണ്. ഇനി ഞങ്ങൾ നടക്കാണ്. എപ്പോഴും ചേട്ടനും മോളും കൂടിയിട്ട് അമ്പലത്തേക്ക് നടക്കണ്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ഇവിടെയാണ് പാർക്കിംഗ്, ഗംഭീര പാർക്കിംഗ് ഏരിയയാണ്. ഓ, കുറച്ച് നടക്കണം കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് അമ്പലത്തിൽ പോണേ. ഇവിടെ കപ്പടി മഴ പെയ്താകെ വെള്ളമായേക്കാണ്. ഞാൻ കാണിച്ചൊക്കെ തരാട്ടെ. എന്നിട്ട് ഏതിലാ ഇതിൽ മുതലുണ്ടാവുള്ളൂ. ഇതിൽ മുതലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. ഭയങ്കര എന്താ പറയുക, വരൾച്ചയായിട്ട് കിടക്കുന്നത്. ആകെ വെള്ളമായി. ഇതിൽ മുതലുണ്ടാവുമെന്ന്, ഇതിൽ തിമീങ്കലുണ്ടാവൂടി. ഓക്കെ, പിരാനി ഉണ്ടാവും. തിമീങ്കലും പിരാനിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. വളരെ ചെറിയ തെങ്ങുമ്പോൾ നാളികേരം കണ്ട നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നേ അവണേങ്ങാട് അമ്പലത്തിൽ വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാനും ചേട്ടനും മാത്രമായിരുന്നു. കണ്ട ചെറിയ തെങ്ങുമ്പോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ചെറിയൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കണേ. മോനിന്ന് മുണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവന് മുണ്ടെടുത്ത് പരിചയമില്ലാത്ത കാരണം അത് ഊരിപ്പോയി. അപ്പോൾ അവനത് പകുതി എത്തിയപ്പോൾ അയച്ചിട്ട് ട്രൗസറും പോയി. അപ്പോൾ ഞങ്ങൾ ഇനി അമ്പലത്തിൽ പോയാണ്. അമ്പലത്തിൻ്റെ അവിടെ പിന്നെ നമുക്ക് അധികം ക്യാമറ ഒന്നും യൂസ്. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോഴാണ് ഇവിടെ ഊട്ടിൻ്റെ കാര്യം ഉണ്ടെന്ന്. നോക്കി, ഈ ബിൽഡിങ്ങിലാണ് ഊട്ട്. അവിടെ ഫോണ് അല്ല, അവിടെ അല്ലല്ലോ. ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് കാണിച്ചു തരാം. പക്ഷെ അവിടെ ഫോണ് അല്ല, അവിടെ അല്ല. പക്ഷേ ഭയങ്കര ഗംഭീരമായ നല്ല അടിപൊളിയാണ്. ഊണ് കഴിക്കും. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വളരെ ഗംഭീരമായ ഫുഡാണ്. ഇത് പ്രസാദോട്ടാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിറങ്ങാൻ. പ്രേമിയമോക്ക് ഫുഡൊക്കെ കഴിച്ച് വയറിന്നറിഞ്ഞു. നടക്കാൻ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എവിടെയെങ്കിലും ഇരിക്കണം എന്നാണ് പറയണേ. പക്ഷെ മഴ വരുന്നുണ്ട്. അതാണ് ആൾക്കാർ ഇനിയും ഫുഡ് കഴിക്കാൻ വരികയാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫുഡ് കഴിക്കണത്. കാരണം അവിടെ ഫോണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കാരണമാണ്. അപ്പോൾ ഇതാ കാണുന്ന ബിൽഡിങ്ങിൽ നിറച്ച് കാറുകളാണ്. നല്ല വിലമതിക്കാൻ പറ്റാത്ത കാറുകൾ. ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കണം. അവിടെ ഭയങ്കര എന്താ പറയുക, വലിയൊരു ഹാളാണ്. എത്ര പേർക്ക് വേണേൽ വന്നാലും ഭക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. പ്രിയമോൾ കാറ് കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോടുന്നത്. പക്ഷെ ആൾക്ക് എത്തില്ല. നമ്മൾ ഇറങ്ങാണ്. അപ്പം
തന്നെ കുടിമോള് ഞാവൽമരം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴുത് കഴിഞ്ഞപ്പോൾ പിടാറെ പറഞ്ഞിട്ട് ഓടിയാണ് ഞാവൽ മകൻ. ഞാവൽ പഴന്നിട്ട് കുടിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഡ്രസ്സിമൊക്കെ ആക്കണ്ടേട്ടാ, കറിയാവും ഡ്രസ്സിന് നിറച്ചുണ്ട് കേട്ടാ, നിറച്ച് ഞാവലുണ്ട്. കാണാൻ നിങ്ങൾക്ക് കാണുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒന്നാമത് കാണാൻ നിറച്ച്. അയ്യോ പ്രയോഗങ്ങൾക്ക് ചാകര കിട്ടിയ പോയത് പറക്കാണ്. മതി മതി, ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. മതി 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 വാ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതു, പ്രസാദൂട്ടൊക്കെ കഴിച്ചു. ഇത് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ നടക്കാൻ പറ്റാണ്ടായി. ഭക്ഷണം കഴിച്ചപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ തുറക്കാൻ പോണ കാരണം ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കൊച്ചു വീഡിയോയാണ് നിങ്ങൾ നല്ലതുപോലെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞങ്ങളപ്പോൾ പോവാണ്. ബായ്.